പൊതുവെ തെങ്ങിനങ്ങൾ 3 വിഭാഗത്തിൽപ്പെടുന്നതാണ്. നെടിയ ഇനങ്ങൾ അതായത് ടോൾ ഇനങ്ങൾ എണ്ണയുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അതായത് കുള്ളൻ ഇനങ്ങൾ ഇളനീരിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമതൊരു ഇനമുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹൈബ്രിഡ് ഇനങ്ങൾ. അങ്ങനെ ഹൈബ്രിഡ് ഇനങ്ങളിൽ പലതുണ്ട്. ചീരക്കുഴി നഴ്സറി പ്രൊമോട്ട് ചെയ്യുന്നത് കേരശ്രീ എന്ന് പറഞ്ഞ ഇനമാണ്. കേരശ്രീ കായ്ക്കുന്നത് 3 വർഷം കൊണ്ടാണ്. ആ 3 വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ 200 മുതൽ 250 തേങ്ങ വരെ ലഭിക്കുമ്പോൾ, നാടൻ തെങ്ങിനം 5 വർഷം കൊണ്ട് കായ്ക്കുന്നു 100 മുതൽ 150 വരെയാണ് തേങ്ങ ലഭിക്കുക. ഇത് ഞങ്ങളുടെ തോട്ടത്തിലുള്ള ഒരു കേരശ്രീ തെങ്ങാണ്. ഒരു കേരശ്രീ തെങ്ങിൻ തൈ ഒരു വീട്ടിൽ നടുക. എല്ലാ സമയത്തും നമുക്ക് തേങ്ങ ലഭിക്കും. വളരെ ഉയരം കുറഞ്ഞ് കൊച്ചു കുട്ടികൾക്ക് പോലും തേങ്ങ പറിക്കാം. വീട്ടമ്മമാർക്ക് തേങ്ങ പറിച്ചെടുക്കാൻ എളുപ്പമാണ്. കൃഷിയായിട്ട് ചെയ്യാനും വളരെ യോജിച്ച ഇനമാണിത്. ഒരു കൊലയിൽ തന്നെ എന്തുമാത്രം തിങ്ങി നിറഞ്ഞാണ് കായ്ക്കുന്നത്. നമുക്ക് കൈയെത്താവുന്ന ദൂരത്തിൽ തേങ്ങ പറിക്കാം. എൻ്റെ പേര് ജോസ് ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് നഴ്സറീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഒട്ടേറെ വീഡിയോകൾ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തെങ്ങിൻ്റെ ഇനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. തെങ്ങിൻ തൈകൾ എന്ന് പറഞ്ഞ് ഒട്ടേറെ ഇനങ്ങളിൽപ്പെട്ട തൈകൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നഴ്സറികളിൽ നിന്നെല്ലാം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ ഇനങ്ങൾ എന്താണെന്നോ ഏത് രീതിയിലാണോ അത് ഉൽപ്പാദിപ്പിക്കുന്നതെന്നോ അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമൊന്നും പല കർഷകർക്കും അറിയില്ല. അതിനെക്കുറിച്ചുള്ളൊരു അറിവ് പൊതുവെ കുറവാണ്. അത്തരത്തിലുള്ള ഒരു അറിവ് പകർന്നു നൽകാനായിട്ട് മറ്റു നഴ്സറി ഉടമകളോ മറ്റോ ബന്ധപ്പെട്ടവരോ അത് ശ്രമിക്കാറുമില്ല. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ തെങ്ങിനങ്ങൾ 3 വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഒന്ന് ടാൾ ഇനങ്ങൾ, അതായത് നാടൻ നെടിയ ഇനങ്ങൾ എന്ന് പറയും. നാടൻ ഇനങ്ങൾ, സാധാരണ നാടൻ ഇനങ്ങൾ കുറ്റ്യാടി എന്നൊക്കെ പറയും. അതായത് വെസ്റ്റ് കോസ്റ്റ് ടോൾ, അത് കുറ്റ്യാടിയാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് ടോൾ, അതും നെടിയ ഇനങ്ങളാണ്. അത് നാടൻ ഇനങ്ങളെന്നാണ് പൊതുവെ അതിനെ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗം കുള്ളൻ ഇനങ്ങൾ. കുള്ളൻ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ നാടൻ ഇനങ്ങളുടെ പകുതിയോളം ഉയരം മാത്രമേ വയ്ക്കാറുള്ളൂ. വളരെ നേരത്തെ കായ്ക്കും, ഉൽപ്പാദനശേഷി കൂടുതലാണ്. പക്ഷേ അതിനൊരു ദോഷമുണ്ട്. അത് കരിക്കിൻ്റെ ഉപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത്. നെടിയ ഇനങ്ങൾ അതായത് ടോൾ ഇനങ്ങൾ എണ്ണയുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, കുറിയ ഇനങ്ങൾ അതായത് കുള്ളൻ ഇനങ്ങൾ ഇളനീരിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നെടിയ ഇനങ്ങൾ ഞാൻ പറഞ്ഞു, കുറ്റ്യാടി പോലുള്ള നാടൻ ഇനങ്ങളും, അതായത് വെസ്റ്റ് കോസ്റ്റ് ടാൾ. അതുപോലെ തന്നെ അത് നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ ഉണ്ടാകുന്നതാണെങ്കിൽ അതിനെ ഈസ്റ്റ് കോസ്റ്റ് ടാൾ. അങ്ങനെയാണ് 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. കുറിയ ഇനങ്ങളിൽ മലേഷ്യൻ ഇനങ്ങളും ഗംഗാപാണ്ഡം പോലുള്ള ഇനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചാവക്കാടൻ ഇനങ്ങളും, ഇതെല്ലാം കുറിയ ഇനങ്ങളാണ്. ഇളനീരിന് മാത്രം പറ്റുന്ന ഇനങ്ങളാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമതൊരു ഇനമുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് അതെന്താണെന്ന് പല കർഷകർക്കും അറിയില്ല. ഹൈബ്രിഡ് ഇനങ്ങൾ, കുള്ളൻ ഇനവും നെടിയ ഇനവും അല്ലാത്ത ഇനമാണ് ഹൈബ്രിഡ് ഇനം. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2 ഇനങ്ങളെ തമ്മിൽ പോളിനേഷൻ ചെയ്തെടുക്കുന്ന ഇനമാണ്. അതായത് ഫാദർ പ്ലാന്റ് നെടിയ ഇനവും, അതായത് വെസ്റ്റ് കോസ്റ്റ് ടോളും, മദർ പ്ലാന്റ് കുറിയ ഇനവും, അതായത് ഇളനീരിന് മാത്രം ഉപയോഗിക്കുന്ന കുറിയ ഇനമായ മലേഷ്യൻ ഇനവും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത്. അത് മലേഷ്യൻ യെല്ലോ വെസ്റ്റ് കോസ്റ്റ് ആൾ അങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്, മലേഷ്യൻ ഗ്രീൻ വെസ്റ്റ് കോസ്റ്റ് അങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്, ഗംഗാപാണ്ഡവും അതുപോലെ തന്നെ നാടൻ ഇനവും അങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹൈബ്രിഡ് ഇനങ്ങളിൽ പലതുണ്ട്. ചീരക്കുഴി നഴ്സറി പ്രൊമോട്ട് ചെയ്യുന്നത് കേരശ്രീ എന്ന് പറഞ്ഞ ഇനമാണ്. കേരശ്രീ എന്ന് പറഞ്ഞ ഇനം മലേഷ്യൻ യെല്ലോ എന്ന കുറിയ ഇനവും വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന നെടിയ ഇനവും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തതാണ്, പോളിനേഷൻ ചെയ്തതാണ്. അതായത് വലിയ ഇനമായ കുറ്റ്യാടി അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് ടാളിൻ്റെ പൂമ്പൊടി മദർ പ്ലാന്റ് ആയ മലേഷ്യൻ യെല്ലോയിൽ പോളിനേഷൻ ചെയ്ത് അത് അങ്ങനെ ക്രോസ് ചെയ്തെടുക്കുന്ന ഇനമാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഗുണഗണങ്ങളിലേക്ക് കിടക്കാം. ഹൈബ്രിഡ് ഇനങ്ങൾ കുറിയ ഇനങ്ങളുടെ, അതായത് മദർ പ്ലാന്റിൻ്റെ സ്വഭാവവും ഉൽപ്പാദനശേഷിയിൽ അതിൻ്റെ സ്വഭാവവും, ഫാദർ പ്ലാന്റ് ആയ നാടൻ ഇനം അതായത് വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെ ഗുണവും ഒത്തുചേർന്നിട്ടാണ് അതിൻ്റെ ഉൽപ്പാദന ശേഷി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് കുറിയ ഇനങ്ങൾക്ക് ഒരു വർഷത്തിൽ ഏകദേശം 200 മുതൽ 300 വരെ തേങ്ങ ഉൽപ്പാദനം ലഭിക്കും. അതായത് മലേഷ്യൻ യെല്ലോ, മലേഷ്യൻ ഓറഞ്ച്, ചാവക്കാട് ഓറഞ്ച്, ഗംഗാപാണ്ഡം തുടങ്ങിയ ഇനങ്ങൾക്കെല്ലാം 2.5-3 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. ഉൽപ്പാദനശേഷി 200-നും 300-നും തേങ്ങയ്ക്കിടയിലാണ് ഒരു വർഷത്തിൽ. പക്ഷേ അതിൻ്റെ പ്രശ്നം അത് കരിക്കിന് മാത്രമേ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ നാടൻ ഇനങ്ങൾക്ക് ഒരു വർഷത്തിൽ 100 മുതൽ 150 തേങ്ങ വരെ ലഭിക്കൂ.
പക്ഷേ ഗുണനിലവാരം കൂടുതലാണ്. പക്ഷേ ഹൈബ്രിഡ് ഇനമാണെങ്കിൽ ഈ വലിയ ഉയരമുള്ള ഇനവും കുള്ളൻ ഇനവും തമ്മിൽ സംയോജിക്കുമ്പോൾ കുറിയ ഇനത്തിൻ്റെ ഉൽപ്പാദനശേഷിയും നമ്മുടെ നെടിയ ഇനത്തിൻ്റെ അതായത് ടോൾ ഇനത്തിൻ്റെ ഗുണനിലവാരവും ഒത്തുചേരുന്നു. ഞങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കേരശ്രീ എന്ന് പറഞ്ഞ ഇനം ഒരു വർഷത്തിൽ 200 മുതൽ 250 വരെ തേങ്ങ ഉൽപ്പാദനശേഷി കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ലഭിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ക്ലൈമറ്റായ തേനി പൊള്ളാച്ചി പ്രദേശങ്ങളിലേക്ക് 300 തേങ്ങ വരെ ഉൽപ്പാദനശേഷി ലഭിക്കും. പക്ഷേ കുറിയ ഇനങ്ങളെപ്പോലെ അത് ഇളനീരിന് മാത്രം പറ്റുന്ന ഇനമല്ല. നമുക്കിത് തേങ്ങയുടെ ഉപയോഗത്തിനും എണ്ണയുടെ ഉപയോഗത്തിനും കരിക്കിൻ്റെ ഉപയോഗത്തിനും എല്ലാത്തിനും യോജിച്ച ഇനമാണ് കേരശ്രീ. ഉൽപ്പാദനശേഷി നമ്മുടെ കുള്ളൻ ഇനത്തിൻ്റെ അത്രത്തോളം തന്നെയുണ്ട്. ഗുണനിലവാരം നമ്മുടെ കുറ്റിയാടിയോ അല്ലെങ്കിൽ നാടൻ ഇനങ്ങളോ വെസ്റ്റ് കോസ്റ്റ് ടോൾ പോലെ ഉള്ള ക്വാളിറ്റിയും ഇതിനുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കേരശ്രീ എന്ന് പറയുന്ന ഈ ഇനം പോളിനേഷനിലൂടെ ആണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ജോലിയാണ്. പരസ്പരം ഈ 2 ഇനങ്ങളുടെയും പൂമ്പൊടികൾ പരസ്പരം മാറ്റി അതിനെ സംരക്ഷിച്ച് അതിൽ നിന്ന് വരുന്ന കായ്കൾ സുരക്ഷിതമായി പോളിനേഷൻ നടന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെ പരിപാലിച്ചാണ് ഇത്തരത്തിലുള്ള ഇനങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടേതായിട്ടുള്ള തോട്ടങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണാം ഞങ്ങൾ പോളിനേഷൻ ചെയ്യുന്ന തോട്ടം. അതിൽ തന്നെ ഞങ്ങൾ മദർ പ്ലാന്റും നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ശ്രദ്ധയോടുകൂടി പരിചരിച്ച് ഇത്തരത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ വളരെ സത്യസന്ധമായും കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു ടീം, അത് ഞങ്ങൾക്ക് അതിന് വേണ്ട എക്സ്പേർട്ടായിട്ടുള്ള തൊഴിലാളികളുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ഇനം ഞങ്ങൾ പോളിനേഷൻ ചെയ്ത് വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നത്. തൈകൾ തരുന്ന എല്ലാവർക്കും നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റിയിലുള്ള ഉൽപ്പാദനശേഷി അതിന് കൈവരുന്നു. 3 വർഷം കൊണ്ടാണ് ഇത് കായ്ക്കുന്നത്. സാധാരണ കുള്ളൻ ഇനങ്ങൾ 2.5 വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ ഹൈബ്രിഡ് ഇനമായ ഇത് 3 വർഷം കൊണ്ടാണ് കായ്ക്കുന്നത്. പിന്നെ തീരെ കുള്ളനാണോ എന്ന് ചോദിച്ചാൽ തീരെ കുള്ളനല്ല. അതായത് മീഡിയം ടോൾ വെറൈറ്റി എന്നാണ് ഇതിനെ ഞങ്ങൾ പറയുന്നത്. സാധാരണ ടോൾ ഇനങ്ങളുടെ അതുപോലെ വലിപ്പം വരില്ല. കുള്ളൻ ഇനങ്ങളുടെ പോലെ വളരെ ഡോർഫല്ല, മീഡിയം ടോൾ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഇടാനും മറ്റ് പരിചരണത്തിനുമെല്ലാം നമുക്ക് സൗകര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ തെങ്ങ് വീട്ടിലെ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യലായിട്ടും ഒക്കെ നടാറുണ്ട്. കൊമേഴ്സ്യലായിട്ട് നടുമ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏറ്റവും അനുയോജ്യമായ ഇനം ഏതാണ്. അപ്പോൾ അതിനൊരു തടസ്സമെന്ന് പറയുന്നത് ഇത് ഇത്രയും ശ്രദ്ധയോടുകൂടി നമുക്ക് ഇതിൻ്റെ പോളിനേഷൻ നടത്തി ഉൽപ്പാദിപ്പിക്കുന്നതാകയാൽ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. മറ്റ് സാധാരണ നാടൻ തെങ്ങ് തൈകളെ പോലെ വില കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കാറില്ല. കുറച്ച് വില താരതമ്യേന കുറച്ച് വില കൂടുതലാണ്. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മളൊരു നാടൻ തെങ്ങിൻ തൈ അല്ലെങ്കിൽ ഒരു കുള്ളൻ തെങ്ങിൻ തൈ ഇപ്പോൾ ഗംഗാപോണ്ടം പോലുള്ള തൈകൾ വളരെ പ്രചാരത്തിലാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് 2.5 വർഷം കൊണ്ട് കായ്ക്കും. കരിക്കിന് മാത്രമേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? കരിക്കിനൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ എല്ലാ സമയത്തും നമുക്ക് കരിക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ചിലപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം, അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് പറ്റാത്തൊരു സാധനം നമ്മൾ കുറച്ച് വില കുറച്ച് കിട്ടിയാലും, അതുപോലെ തന്നെ നാടനാണെങ്കിലും വില കുറച്ച് കിട്ടി നമ്മൾ നടുമ്പോൾ ആദ്യത്തെ ഒരു വർഷത്തെ വിളവിൽ നിന്ന് തന്നെ നമുക്ക് കേരശ്രീ തൈകൾ നട്ടാൽ അതിന് കൂടുതൽ മുടക്കുന്ന തുകയുടെ എത്രയോ ഇരട്ടി നമുക്കതിൽ നിന്ന് കിട്ടുകയാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, 100 മുതൽ 150 തേങ്ങ വരെയാണ് നാടൻ തെങ്ങിനത്തിന് കിട്ടുന്നത്. പക്ഷേ നാടൻ തെങ്ങിനം കായ്ക്കണമെങ്കിൽ 5 വർഷം വേണം. അപ്പോൾ 2 വർഷം അധികം വേണം. കേരശ്രീ കായ്ക്കുന്നത് 3 വർഷം കൊണ്ടാണ്. ആ 3 വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ 200 മുതൽ 250 തേങ്ങ വരെ ലഭിക്കുമ്പോൾ നാടൻ തെങ്ങിനം 5 വർഷം കൊണ്ട് കായ്ക്കുന്നു 100 മുതൽ 150 വരെയാണ് തേങ്ങ ലഭിക്കുക. ഇത് ഞാൻ ചീരക്കുഴി നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തെങ്ങാണിത്. 3.5 കൊല്ലമായി വെച്ചിട്ട്. ഇപ്പം നല്ല കായുണ്ട്. 2 കൊല്ലം വെട്ടി എണ്ണയ്ക്കും തേങ്ങ അരയ്ക്കാനൊക്കെ നല്ല തേങ്ങയാണ്. അടുത്തത് ഞാൻ തെങ്ങ് കൃഷിയെക്കുറിച്ച് കുറച്ച് പറയാം. തെങ്ങ് ഇനങ്ങൾക്കനുസരിച്ച് തെങ്ങ് കൃഷിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നാടൻ ഇനങ്ങൾ നടുമ്പോൾ 30 അടിയൊക്കെ അകലം കൊടുക്കണം. തെങ്ങുകൾ തമ്മിൽ 30 അടി അകലം കൊടുക്കണം. കുറിയ ഇനങ്ങൾ, കുള്ളൻ ഇനങ്ങൾ ഇളനീരിന് വേണ്ടി ഗംഗാപാണ്ഡമോ മലേഷ്യൻ ഇനങ്ങളോ നടുമ്പോൾ 20 അടി 22 അടിയൊക്കെ അകലം കൊടുത്താൽ മതി. ഹൈബ്രിഡ് ഇനത്തിന് 22 അടി മിനിമം കൊടുക്കണം. 22 അല്ലെങ്കിൽ 25 അടി വരെയൊക്കെ കൊടുക്കാം. പക്ഷേ 22 ആയാലും മതി. കുള്ളൻ ഇനങ്ങൾക്ക് പലരും 15 അടിക്കൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. കുള്ളൻ ഇനങ്ങൾ ഗംഗാപാണ്ഡമൊക്കെ 15 അടിക്കും 18 അടിക്കും ഒക്കെ വെക്കുന്നുണ്ട്. കുഴപ്പമില്ല. 20 അടി മാക്സിമം കുള്ളൻ ഇനങ്ങൾക്ക്. പക്ഷേ കേരശ്രീക്ക് 22 അടിയെങ്കിലും പരസ്പര അകലം കൊടുക്കണം. കുഴിയെടുക്കുന്നത് 1 മീറ്റർ താഴ്ചയുള്ള കുഴിയെടുക്കണം. 1 മീറ്റർ വീതി താഴ്ച എല്ലാം ഉള്ളത് എടുക്കണം.
കുഴി മൂടാതെ കുഴിക്കടിയിലാണ് തൈ വെക്കേണ്ടത്. ഓരോ വർഷവും വളം ചെയ്യുമ്പോൾ മണ്ണ് കുറച്ചായിട്ട് ഇറക്കി കൊടുക്കണം. എന്നിട്ട് 3, 4, 5 വർഷം കൊണ്ടാണ് തെങ്ങിൻ്റെ കുഴി മൂടിയെടുക്കേണ്ടത്. അപ്പോൾ തെങ്ങുകൾ കാറ്റത്ത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കുറയ്ക്കും. അതുപോലെ തന്നെ തെങ്ങിന് വർഷത്തിൽ 2 തവണ വളം ചെയ്യണം. രാസവളം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം. കാരണം പൊട്ടാഷ് ചേർന്ന വളങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ തെങ്ങ് കൂടുതലായിട്ട് കായ്ക്കൂ. തെങ്ങ് കൂടുതൽ കായ്ക്കാനുള്ള ടിപ്സ് അത് ഏറ്റവും പ്രധാനം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇനം, അതുപോലെ നമ്മൾ ചെയ്യുന്ന പരിചരണം. കൃത്യമായി വർഷത്തിൽ 2 തവണ വളപ്രയോഗം നടത്തുക. ശരിയായ ഇനം തിരഞ്ഞെടുക്കുക. കേരശ്രീയാണ് ഏറ്റവും ഉചിതം. കേരശ്രീക്കുള്ള ഉൽപ്പാദന ശേഷി ഞങ്ങളുടെ അഭിപ്രായത്തിൽ നിലവിൽ മറ്റൊരിനത്തിനുമില്ല. ക്വാളിറ്റിയുടെ കാര്യത്തിലും ഏറ്റവും എണ്ണ ഉൽപ്പാദനം ലഭിക്കാനും ഏറ്റവും കൂടുതൽ തേങ്ങ ലഭിക്കാനും കേരശ്രീ എന്ന ഇനം തിരഞ്ഞെടുക്കുക. ചീരക്കുഴി നഴ്സറിയിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊഡക്ഷൻ സംവിധാനം തന്നെയുണ്ട്. ഒരു തൈ പോലും ഹൈബ്രിഡ് അല്ലാത്തത്, കേരശ്രീ എന്ന് ഞങ്ങൾ ബ്രാൻഡ് ചെയ്ത് തരുന്ന തൈകളിൽ ഒരു തൈകൾ പോലും ഹൈബ്രിഡ് അല്ലാത്തത് വരില്ല. കൃത്യമായും ആ സെയിം ക്വാളിറ്റിയിലുള്ള തൈകൾ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല തേങ്ങ ഉൽപ്പാദനത്തിലുള്ള ടിപ്സ്. പിന്നെ നമുക്ക് വളം ചെയ്യാം, പല രീതിയിലുള്ള വളപ്രയോഗങ്ങളുണ്ട്, അതെല്ലാം ഇതിനോടൊപ്പം വേണം. കൂടുതൽ നമ്മൾ തെങ്ങ് നട്ടാൽ അതുമായി ബന്ധപ്പെട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് ഞങ്ങൾ തരും. ഓരോ വർഷവും എന്ത് വളം ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തെല്ലാം ചെയ്യണം, ഇതിനെക്കുറിച്ച് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. വീട്ടുമുറ്റത്തൊരു പഴത്തോട്ടം എന്ന ഞങ്ങളുടെ ഈ ഒരു പദ്ധതി പ്രകാരം തെങ്ങിൻ തൈകളും ഫലവൃക്ഷ തൈകളും എല്ലാം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു തരുന്നു. അതിന് യാതൊരു സർവീസ് ചാർജോ ഡോർ ഡെലിവറിയോ ചാർജോ ഞങ്ങൾ ഈടാക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ചീരക്കുഴി നഴ്സറി ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തൈകൾ വാങ്ങിക്കുക, വീട്ടുമുറ്റത്തൊരു തെങ്ങിൻ തൈ നടുക. 3 വർഷം കൊണ്ട് അതിൻ്റെ ഉൽപ്പാദനം വരുന്നു. അത് ഏറ്റവും ഗുണനിലവാരമുള്ള ഹൈബ്രിഡ് ഇനമായ കേരശ്രീ തന്നെ നടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വീട്ടിൽ ഒരു തെങ്ങ് നിർബന്ധമായി നടുക. അത് ചീരക്കുഴി നഴ്സറിയുടെ വീട്ടുമുറ്റത്തൊരു പഴത്തോട്ടം പദ്ധതിയിലൂടെ ആവട്ടെ. നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങളുടെ വീടുകളിൽ തൈകൾ എത്തിച്ചു തരുന്നു. ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് മാത്രം പണം നൽകിയാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന തൈകളുടെ ഗുണനിലവാരം നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് മാത്രം പേയ്മെൻറ്റ് നൽകിയാൽ മതി. തീർച്ചയായും ഒരു കേരശ്രീ തെങ്ങിൻ തൈ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നടുക. ചീരക്കുഴി നഴ്സറിയുടെ വീട്ടുമുറ്റത്തൊരു പഴത്തോട്ടം എന്ന പദ്ധതി, സൗജന്യമായ ഡെലിവറി കേരളത്തിലെവിടെയും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സുരക്ഷിതമായി തൈകൾ എത്തിച്ചു തരുമ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് അപ്പോൾ മാത്രം നൽകിയാൽ മതി. ഇത് ഞങ്ങളുടെ തോട്ടത്തിലുള്ള ഒരു കേരശ്രീ തെങ്ങാണ്. കണ്ടോ, ഇതിൻ്റെ ഉയരം കണ്ടോ? അതായത് 3 വർഷം കൊണ്ട് ഇതിനെ കായ്ക്കുന്നു. കുള്ളൻ ഇനങ്ങളെ പോലെ തന്നെ ഇത് ഉയരം കുറവാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മീഡിയം ടോൾ എന്നാണ് ഞങ്ങളിതിനെ വിളിക്കുന്നത്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കും. നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ തേങ്ങ പറിക്കാം. ഇതിൻ്റെ കളർ കണ്ടോ? ഇത് സാധാരണ ഇളനീര് ഇനങ്ങളുടെ കളർ പച്ച കളറാണ്. ഇപ്പം ഗംഗാപാണ്ഡമൊക്കെ ആണെങ്കിൽ പച്ച കളറാണ്. ഇത് ഹൈബ്രിഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബ്രൗണിഷ് കളറാണ് വരിക. മാത്രമല്ല ഇതിൻ്റെ ഒരു കൊലയിൽ തേങ്ങയുടെ എണ്ണം കണ്ടോ? ഇതിപ്പം കഴിഞ്ഞ ആഴ്ച ഇതിൽ നിന്ന് 2 കൊല വെട്ടി. ഇപ്പം നമ്മളിപ്പം വീഡിയോ എടുക്കുമ്പോൾ കുറവാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ 2 കൊല നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വെട്ടി എടുത്തത് കൊണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഓരോ കൊലയിലും നിറയെ കായ്കളും അടുപ്പിച്ചടുപ്പിച്ച് കവിളി, അതായത് പട്ടകൾ ഉണ്ടാവുന്നത് കൊണ്ട് ഓരോ കവിളിയിലും നമുക്ക് ഇതിൻ്റെ കൊലകളുണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പൂങ്കുലകൾ കണ്ടോ? മുകളിലേക്ക് ഓരോ കവിളിയിലും അതിനുമാത്രം തേങ്ങയാണ് പിടിക്കുന്നത്. അപ്പം അത് കൃഷി ചെയ്യാനാണെങ്കിലും, ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനാണെങ്കിലും വീട്ടിലൊരു തെങ്ങ് നടാനാണെങ്കിലും തീർച്ചയായും അതിന് 10-50 രൂപ കൂടുതലാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കേരശ്രീ തന്നെ വാങ്ങിച്ച് വെക്കാവൂ. അത് ആദ്യത്തെ ഒരു കൊലയിൽ നിന്ന് തന്നെ ആ അധികം കൊടുത്ത തുക നിങ്ങൾക്ക് മുതലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ ഇളനീർ ഇനങ്ങളെ, കുള്ളൻ ഇനങ്ങളെ പോലെ കൊമ്പൻ ജെല്ലിയുടെ ആക്രമണം ഇതിന് ബാധിക്കാറില്ല. തീർത്തും ബാധിക്കാറില്ല എന്നല്ല, ഇളനീർ ഇനങ്ങൾക്ക് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണം കൂടുതലാണ്. ഇത് സാധാരണ നാടൻ ഇനങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന രോഗങ്ങളെ ഇതിന് വരൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു കേരശ്രീ തെങ്ങിൻ തൈ ഒരു വീട്ടിൽ നടുക. എല്ലാ സമയത്തും നമുക്ക് തേങ്ങ ലഭിക്കും. വളരെ ഉയരം കുറഞ്ഞ് കൊച്ചു കുട്ടികൾക്ക് പോലും തേങ്ങ പറിക്കാം. വീട്ടമ്മമാർക്ക് തേങ്ങ പറിച്ചെടുക്കാൻ എളുപ്പമാണ്. കൃഷിയായിട്ട് ചെയ്യാനും വളരെ യോജിച്ച ഇനമാണിത്. ഇത് ഞങ്ങളുടെ തോട്ടത്തിലുള്ള മറ്റൊരു കേരശ്രീ തെങ്ങാണ്. നോക്കൂ എന്തുമാത്രം, ഇത് ഒരു കൊലയിൽ തന്നെ എന്തുമാത്രം തിങ്ങി നിറഞ്ഞാണ് കായ്ക്കുന്നത്. നമുക്ക് കൈയെത്താവുന്ന ദൂരത്തിൽ തേങ്ങ പറിക്കാം. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് മരങ്ങൾ, ഒരുപാട് തെങ്ങുകൾ നമുക്ക് ഈ ചുറ്റിനും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ തോട്ടം സന്ദർശിക്കുക. ഇതിൻ്റെ
ആ ഒരു ഗുണനിലവാരം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനായിട്ട് എല്ലാവരെയും ചീരക്കുഴിയുടെ ഫാമിലേക്ക്, കേരശ്രീ ഫാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.